നമസ്കാരം. ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഈശ്വർ മാൽപേ അടക്കം 4 ഡൈവർമാരുടെ നേതൃത്വത്തിൽ പുഴയിലെ തിരച്ചിൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. NDRFും SDRFും ഗംഗാവലി പുഴയിൽ എത്തും. ഇന്നലെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയ സ്ഥലത്തിന് ചുറ്റുമായിരിക്കും ആദ്യഘട്ട തിരച്ചിൽ. ഇതിനുശേഷം സ്പോട്ട് 3, 4 എന്നിവിടങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കും. നാവികസേന ഇന്നലെ എത്തിയില്ലെങ്കിലും ഇന്ന് എത്തുമെന്ന് അർജുൻ്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അർജുൻ അടക്കമുള്ളവരെ കണ്ടെത്താൻ തിരച്ചിൽ പുനരാരംഭിച്ചതോടെ പ്രതീക്ഷയിലാണ് കുടുംബവും നാടും. ഈശ്വർ മാൽപേ ഇന്നലെ നടത്തിയ ഡൈവിംഗ് പരിശോധനയിൽ പുഴയുടെ അടിത്തട്ടിൽ നിന്നാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അർജുൻ്റെ ലോറിയുടെ ജാക്കി തന്നെയാണ് കിട്ടിയത് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഹൈഡ്രോളിക് ജാക്കിക്കൊപ്പം ടാങ്കർ ലോറിയുടെ 2 ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഇന്നലെ തെരച്ചിൽ ആരംഭിച്ചത്. ഒഴുക്ക് കുറഞ്ഞതോടെ മുങ്ങിത്താഴുമ്പോൾ അടിഭാഗം കാണാനാകുന്നുണ്ട്. വെയിലുള്ള സമയത്ത് ഇറങ്ങാനായാൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്താനാകും എന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നലെ പറഞ്ഞത്. പ്രാദേശിക മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മാൽപേയാണ് ഗംഗാവലി പുഴയിൽ ഇന്നലെ തെരച്ചിൽ നടത്തിയത്. 3/4 മണിക്കൂറോളം നടത്തിയ തെരച്ചിലിൽ ആണ് ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുത്തത്. അധികം പഴയതല്ലാത്ത ജാക്കി തൻ്റെ ഭാരത് ബെൻസ് ലോറിയുടേത് തന്നെയെന്ന് ഉടമ മനാഫും പറഞ്ഞു. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ജാക്കി കൂടാതെ മറ്റൊരു ലോറിയുടെ മരവാതിലിൻ്റെ ഭാഗവും മാൽപേ കണ്ടെത്തി. ഇത് അർജുനൊപ്പം പുഴയിൽ വീണെന്ന് കരുതുന്ന ടാങ്കർ ലോറിയുടേതാണ് എന്നാണ് സൂചന. ഇന്ന് രാവിലെ 8 മണിക്ക് 4 സഹായികൾക്കൊപ്പം വീണ്ടും തെരച്ചിൽ തുടരുമെന്നാണ് ഈശ്വർ മാൽപേ അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാവുകയും മഴ കുറയുകയും ചെയ്തതോടെ നദിയുടെ അട്ടിത്തട്ട് തെളിഞ്ഞു കാണാനാകുന്നുണ്ട്. അതുകൊണ്ട് തെരച്ചിൽ എളുപ്പമാകും. അർജുനെയും ലോറിയെയും കാണാതായ മറ്റ് 2 പേരെയും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. തെരച്ചിൽ 3 ദിവസം തുടരുമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. തിരച്ചിലിൽ നാവികസേനയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി മഞ്ചേശ്വരം MLAയും വെളിപ്പെടുത്തി. കുറച്ച് നാളുകളായി ഈ ഒരു തിരച്ചിലുമായി ബന്ധപ്പെട്ട് ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. അത് കാലാവസ്ഥ മൂലമാണ്. കഴിഞ്ഞ ആഴ്ച കാലാവസ്ഥ അതിരൂക്ഷമായ അവസ്ഥയിലായിരുന്നു. പിന്നീട് മഴ കുറയുകയും ഗംഗാവലി പുഴയിലെ ഒഴുക്ക് 2.8 നോട്ട് മൈലാവുകയും ചെയ്തു. ഇപ്പോൾ 2.5 നോട്ടാണ് ഗംഗാവലി പുഴയിലെ ഒഴുക്ക്. ഈ ഒഴുക്കിൽ തീർച്ചയായിട്ടും തിരച്ചിൽ സാധ്യമാണ് എന്നാണ് ഈശ്വർ മാൽപേയും അതുപോലെ തന്നെ തിരച്ചിൽ വിദഗ്ധരുമൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. എന്തായാലും ലോറിയും അല്ലെങ്കിൽ ലോറിയുടെ ഭാഗങ്ങളും അർജുനെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഇന്നുകൂടി ചേർത്ത് 3 ദിവസം തിരച്ചിൽ നടത്തും എന്നാണ് ഈശ്വർ മാൽപേ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തെളിവോ തുമ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഇത് വലിയ മാധ്യമ ചർച്ചയായ വിഷയമാണ്. അതിനുശേഷമാണ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അന്നേരം ഇത് മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിന്നു. വീണ്ടും അർജുനുമായി ബന്ധപ്പെട്ട തിരച്ചിലും ലോറിയുമായി ബന്ധപ്പെട്ട തിരച്ചിലും ഒക്കെ തന്നെ വാർത്താമാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ്.